ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടുപേരും സൈഡിൽ ഒതുങ്ങി. അപ്പൊ ഞങ്ങള് ഇന്ന് കരങ്കാഹക്കെ ഒന്നും കൂടി നോക്കിയിട്ട് പറയണ്ട. അവിടെ ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട്. വീണ്ടും ഞങ്ങൾ സെർച്ച് ചെയ്തപ്പം നമുക്ക് ഫ്രീ ആയിട്ട് പോയി കാണാൻ പറ്റും. അവിടെ നല്ല നമ്മൾ ഗൂഗിളിനകത്ത് നോക്കിയപ്പം അത്യാവശ്യം നല്ല അടിപൊളി വാട്ടർഫോളാണ്. അത് തന്നെ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ കാരണം കൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ മൊറിൻസ് വില്ല് എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ കടന്ന വഴിക്ക് ഒരുപാട് പശുക്കൾ നമ്മൾ ആ വഴിയിലേക്ക് കടക്കുമ്പോൾ ഇറങ്ങി ഫുള്ള് രണ്ട് സൈഡിലും ഫുള്ള് പശുവിൻ്റെ സ്റ്റാച്ചുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡയറി, ഒരു ലോക്കൽ ഡയറി ഇൻഡസ്ട്രിയാണ്. അപ്പം ഇവിടെ മെയിനായിട്ടും ഡയറി ഫാമുകൾ ഉണ്ടാവുമായിരിക്കും, കൂടുതൽ പശുവിൻ്റെ ഏരിയ ആയിരിക്കും. അതുകൊണ്ട് വരണ വഴി മൊത്തം പശുവിൻ്റെ സ്റ്റാച്ചുവാണ്. പക്ഷെ അതിൽ ഒരെണ്ണം ഭയങ്കര വലുതാണ്. ഭയങ്കര വലുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലുതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴിയിൽ പോകണ വഴി ഞങ്ങൾ നിർത്തിയതാണ്. അവിടേക്ക് ഇപ്പോഴേ വയ്യാണ്ടായി പോണ വഴിക്ക്. അപ്പോൾ പോയിട്ട് നമുക്ക് അതിൻ്റെ ആ പശുവിനെ കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കുഞ്ഞു പശുവിൻ്റെ അടുത്ത് വന്നു. ഇതുപോലെ വഴിയിൽ രണ്ട് സൈഡിലും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പശുക്കളെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് നമ്മളിങ്ങനെ അപ്പം നമ്മൾ ആദ്യം കുഞ്ഞു പശുവിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ കുഞ്ഞു പശു ഇതില്ലേ ലോൺ എടുത്ത് വാങ്ങിയതാണ്. നാട്ടിലുണ്ടാവില്ലേ ലോൺ എടുത്ത് വാങ്ങിയതിന്റെ പശു. പക്ഷെ ഇവിടെ നമ്പർ ആയിരിക്കട്ടെ ചിലപ്പോൾ. നാട്ടിലും നമ്പർ തന്നെയാണ്, നമ്പറൊക്കെ ഉണ്ട് ഇപ്പം. എന്നിട്ട് നമ്മളിങ്ങനെ പോകുമ്പോ വലിയൊരു പശുവിനെ കാണാട്ടോ. പോണ വഴിയില് വലിയ പശു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയെങ്ങാണ്ട് അടി പൊക്കുണ്ട്. അതിന് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ പിള്ളേര് അവിടെ നിൽക്കാണ്. പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി, ഇത്ര വലിയ പശു വന്ന് വെച്ചിട്ട്. പക്ഷെ രണ്ട് വഴിയിലും നിറച്ചും പശുക്കളെ വെച്ചിടാനുണ്ട്. നല്ല രസമുണ്ട്. ഒരു കാണുമ്പോ തന്നെ ഒരു കൗതുകല്ലേ. ഈ പശു നോക്കി എന്തൊരു ആജാനുഭാവം അല്ലേ. നമ്മളെടുത്ത് പോയാലേ മനസ്സിലാവുള്ളൂ. നമ്മളെ പിള്ളേരുടെ ഉണ്ട്. പിള്ളേർ ഓൾറെഡി ഓടി പശുവിനെ കണ്ടിട്ട്. ഇത് നോക്കി എന്തിട്ട് വലിയ പശു അല്ലേ. ഭയങ്കര കടുക് മണി എത്ര ഉള്ളൂ. മാമത്തിന്റെ അത്ര ഉള്ളു. എന്ത് സൈസൊക്കെ വലിയ പശു. അതിവിടെ ഇതിന്റെ ഗിഫ്റ്റും gifted to the town of something by ലോറി ആൻഡ് മേബർ എന്ന ആൾ ഗിഫ്റ്റ് ചെയ്ത മൊറിൻസ്വില്ലേക്ക് വേണ്ടിയിട്ട്. ഇത് ടു റെപ്രസെന്റ് ദ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മേബർ ഫാമിലി, ദ ലോക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് ഫാമേഴ്സ് ത്രൂ ഔട്ട് ന്യൂസിലാൻഡ്. കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റഡ് ഇൻ മെയ് 2017. ഭയങ്കര വലുപ്പുണ്ട്. പക്ഷെ അടിപൊളിയായിട്ടല്ലേ. അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ട്. നോക്ക് ഹെഡ് എടുക്ക്. നോക്കി അടിപൊളി, ഭയങ്കര വലിയ പശു കേട്ടോ. അതിന്റെ കണ്ണും തലയും കൊമ്പൊക്കെ നോക്കി എന്തൊരു വലുപ്പല്ലേ. നമ്മുടെ ഇപ്പുറത്തുള്ള ബിൽഡിങ്ങിന്റെ അത്ര സൈസ് ഉണ്ട്. ബിൽഡിങ്ങിന് അത്ര തന്നെ ഉണ്ട്. അടിപൊളി. പോവാ സമയായി. അപ്പൊ ഞങ്ങളിന്ന് പോണത് കരങ്കാഹക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ആട്ടാ. അവിടെ ഒരു ഗുഹ പോലത്തെ സ്ഥലത്തൊക്കെ അവിടെ നമുക്ക് നടക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു ലൂപ്പാണ്, ഒരു 2.5 കിലോമീറ്ററിന്റെ ഒരു ലൂപ്പ് പോലത്തെ സ്ഥലമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നൂൽപ്പാലുണ്ട്, അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പൊ മെയിൻലി മഴ പെയ്ത് കഴിഞ്ഞേക്കണ കാരണം കൊണ്ട് തന്നെ കുറച്ചും കൂടി രസമായിരിക്കും. വെള്ളച്ചാട്ടങ്ങൾക്ക് ഇച്ചിരി കൂടി വെള്ളം കൂടിയിട്ടുണ്ടാവും. അപ്പൊ കാണാൻ കുറച്ചും കൂടി രസമായിരിക്കും. പിന്നെ ഞാനിപ്പം പുറകിലോട്ട് വന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവുട്ടിക്ക് വയറ്റിൽ ഗ്യാസ് കയറി. അവന് സാധാരണ ഉണ്ടാവാറുണ്ട് അല്ലെ, എവിടേക്കാണ് പോകുമ്പോൾ അവന് വയറ്റിൽ ഗ്യാസ് കയറും, വയറ് വേദന എടുക്കും. അവന് പുറകിലിരിക്കുമ്പോൾ അങ്ങനെ ആകെ ഒരു സിക്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് എന്നെ ബാക്കിലേക്ക് തട്ടിയിട്ട് വാവുട്ടി നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പയുടെ കൂടെ അതിലെനിക്ക് നല്ല വിഷമുണ്ടെങ്കിലും ഞാനത് കടിച്ചൊഴുക്കി മിണ്ടാണ്ടിരിക്കും. ഞാൻ ഓൾറെഡി സീറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാവട്ടിക്ക് നല്ല ചൂടായി. അപ്പൊ ഇനി എത്ര മിനിറ്റ് ഉണ്ട് എന്നിട്ട് അങ്ങോട്ട് എത്താനായിട്ട്? 30 മിനിറ്റ് കൂടെ ഉള്ളു. 30 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ കരങ്കാഹക്കെ വാട്ടർഫോൾ ആണോ അത് ട്രാക്ക് കരകരിക്ക് ഹുക്ക ഫോൾസ് കേണോ വൈരക്ക് കേണോ എല്ലാത്തിനും കേണ്ടോ അങ്ങനെ. അപ്പം
എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് ഗൂഗിളിനകത്ത് ഞങ്ങൾ കുറച്ച് നോക്കിയുള്ളൂ സ്ഥലത്തിന്റെ പേര്. സാധാരണ ഞങ്ങൾ നോക്കണ പോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് എവിടെ പോവാം. പിന്നെ ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ അതിന്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മീൻ ബിരിയാണി പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ വിശക്കും. എന്നുവെച്ചാൽ കാലത്ത് ഞാൻ പൊന്നൂസിന്റെ ബാക്കി ഓട്സ് കഴിച്ചു. വാവട്ടി റസ്ക് കഴിച്ചു. നിന്റെ ഏട്ടൻ എന്തോ കഴിച്ചു. എന്തെങ്കിലും കഴിച്ചാ? ചായ അല്ലേ? ചായ കഴിച്ചു നിന്റെ ഏട്ടൻ. ചായ കുടിച്ചു. അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഇപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം അടിപൊളിയായിട്ട് കഴിക്കുന്നു. അങ്ങനെ അപ്പം ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. 30 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തുന്നതാണ്. അങ്ങനെ വന്ന് ഞങ്ങൾ കരംഗാഹക്കയിലെത്തി. അപ്പം ഇവിടെ കാണിക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂൽപ്പാലം കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഗുഹയുടെ കൂടെ ഒക്കെ പോകുന്ന കാണിക്കുന്നത്. 1 hour 30 minutes. 1 മണിക്കൂർ 30 മിനിറ്റ്സ് ഒരു ലൂപ്പ് വാക്കാണ്. അതായത് റെയിൽവേ ടണൽ ലൂപ്പിൽ കൂടെ നമ്മൾ നടക്കാൻ പോണേ. അപ്പോ നല്ല തണുപ്പുണ്ട്. ഞാൻ 2 സ്വെറ്റർ ഇട്ടുണ്ട്. നിന്റെ ഏട്ടൻ ഉള്ളിലൊരു ബനിയൻ, പുറത്ത് ഒരു ഷർട്ട്, അതിന്റെ മുകളിൽ കൂടെ നിന്റെ ഏട്ടന്റെ സ്ഥിരം സ്വെറ്റർ. അടിപൊളി സാധനം. വാവുട്ടി 3 ഡ്രസ് ഇട്ടുണ്ട്. പൊന്നുസ് 2 ഡ്രസ് ഇട്ടുണ്ട്. നല്ല തണുക്കുന്നുണ്ട്. കുറച്ച് നടന്നു കഴിയുമ്പോൾ റെഡി ആവട്ടാ. കുറച്ച് തണുപ്പ്. അപ്പൊ നമുക്ക് ഇപ്പൊ നടക്കണ വഴിയിൽ റൈറ്റ് സൈഡിൽ കാണാം നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങൾ. അടിപൊളി അല്ലേ? നമ്മുടെ മറ്റേ അതിരപ്പള്ളി ഒരു ഫീൽ. നല്ല രസമുണ്ട്. വേഗം നടന്നിട്ട് തിരിച്ചു വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിരിയാണി തിന്നാൻ. അല്ല, അടിപൊളി മീൻ ബിരിയാണി തിന്നാൻ. അത് കഴിഞ്ഞിട്ട് വേണം. ആഹാ. അപ്പൊ നമ്മള് ആ വഴിക്ക് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ആയിട്ടാണ് എല്ലാവരും പോണേ. ഞങ്ങളൊന്നും കയ്യിലെടുത്തില്ല. തിരിച്ചു വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പൊ എൻട്രൻസിന്റെ അവിടെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആണ്. ഞങ്ങൾ അന്ന് എവിടെ പോയപ്പോഴാ? ബ്ലൂ സ്പ്രിങ്ങിൽ പോയപ്പോ ഭയങ്കര ബാഡായിരുന്നു. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് തൊട്ട് ബ്ലൂ സ്പ്രിങ്ങിൽ പോയപ്പോഴാണെങ്കിൽ അവിടുത്തെ ടോയ്ലറ്റ് ഭയങ്കര ബാഡായിരുന്നു. അപ്പോ പൊട്ടയായിരുന്നു. പക്ഷെ ഇവിടുത്തെ അത് അടിപൊളിയാണ്. അപ്പൊ ഞങ്ങള് എൻ്റെ ഇപ്പൊ പവർ ബാങ്ക് എടുത്തിട്ട് പോയി. പക്ഷെ ഒരു 1.5 മണിക്കൂർ നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ എടുക്കുമല്ലോ. അപ്പൊ പവർ ബാങ്ക് ഒക്കെ എടുത്തിട്ട് വേണ്ടി എൻ്റെ ഏട്ടൻ പോയേക്കാം. അല്ല കോട്ടിയെ ഞങ്ങൾ അതിന്റെ വെയിലത്ത് നിൽക്കാം. നമുക്ക് ആ വെയിലത്ത് പോയി നിന്നാലോ? അപ്പൊ ആദ്യം തന്നെ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ പോണത് ഒരു പാലത്തും കൂടെയാണ് കേട്ടോ. നമുക്ക് ആ എൻട്രൻസ് പാലത്തും കൂടെയാണ്. എന്നിട്ട് നമ്മൾ പാലം കടന്ന് വേണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട്. പാലം വീണാ നീ നിൽക്കുന്നുണ്ടാവും. അധികം താഴ്ചയില്ല വെള്ളത്തിന്. അടിപൊളി പാലം കേട്ടോ. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് വരുമ്പോ തന്നെ നമുക്ക് ആ ഒരു പാലം ഉണ്ട്. പക്ഷെ പാലത്തും കൂടെ നമ്മൾ നടക്കുമ്പോ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി നടക്കുമ്പോ അനങ്ങുന്നുണ്ട്. കെട്ടിഞ്ഞാട്ടിട്ടൊക്കെ അനക്കുണ്ടാവും. ഇതിന്റെ 2 സൈഡിലും എന്താ വെള്ളം ഒഴുകി വരുന്ന ആ സൈഡിലേക്ക് നോക്കി. അടിപൊളിയായിട്ടില്ലേ? അതുപോലെ മറ്റേ കല്ലുമ്മക്കോടെയൊക്കെ തട്ടി വെള്ളം വരുന്ന പോലെ. ഓട്ടേ അനക്കണ്ടടാ. നന്നായിട്ട് അനങ്ങുന്നുണ്ട്. ഇത് മുന്നത്തെ ബ്രിഡ്ജ് കൂടിയായിരുന്നു. അല്ല, അതിന്റെ ബാക്കിയുള്ള സാധനമാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട്. അധികം താഴ്ച ഇല്ലാത്ത വെള്ളത്തിന് അല്ലേ? പക്ഷെ ഒഴുക്കുണ്ട്. വെള്ളത്തിന് താഴ്ച ഇല്ലെങ്കിൽ നല്ല ഒഴുക്കുണ്ട്. അതന്നെ. പക്ഷെ ഈ സൈഡും ഇതന്നെ നന്നായിട്ടുണ്ട്. അതിപ്പോ ഈ സമയത്ത് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വെള്ളം ഉള്ളത്. മഴയൊക്കെ പെയ്യണ തന്നെ. അല്ലെങ്കിൽ വെള്ളം കുറവായിരിക്കും. ഇപ്പൊ തന്നെ കല്ലൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോ അറിയുമായിരിക്കും അല്ലേ എപ്പോഴെങ്കിലൊക്കെ. ഇത് എനിക്ക് തോന്നുന്നു നല്ല വെള്ളപ്പൊക്കൊക്കെ വരുമ്പോ സൈഡിലേക്ക് കയറും. കാടല്ലേ ഇവിടെ, കാര്യമൊന്നുമില്ല. കൺഫ്യൂഷൻ ആയല്ലോ. ഇവിടെ 2 സൈഡിലേക്കും പോകാൻ പറ്റും നമുക്ക്. ഇവിടെ വിൻഡോസ് വാക്ക് ലൂപ്പ് ആണെങ്കിൽ 2.5 കിലോമീറ്റർ 1 മണിക്കൂർ എടുക്കും. ഈ വഴിക്ക് പോകണം. കരംഗഹക്കെ ഹിസ്റ്റോറിക് വാക്ക് വേണേ അവിടെയാണ്. ടണൽ ഉണ്ട്, പിന്നെ വിക്ടോറിയ ബാറ്ററി, പിന്നെ റെയിൽ സ്റ്റേഷൻ, അതും ഇവിടേക്ക് ഈ സൈഡിലേക്ക്. പക്ഷെ ടണലിലേക്ക് ആണെങ്കിൽ 1 കിലോമീറ്റർ, വിക്ടോറിയ ബാറ്ററി 5.5 കിലോമീറ്റർ, മറ്റേ റെയിൽ സ്റ്റേഷനിലേക്ക് ആണെങ്കിൽ 6 കിലോമീറ്റർ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണ് റെയിൽ ടണൽ ലൂപ്പ്
അത് 3.5 കിലോമീറ്റർ 1.5 മണിക്കൂർ എടുക്കും. അവിടെയാണ് റെയിൽ ട്രേ, സൈക്കിൾ വേ, റെയിൽ ടണല്, ഈസ്റ്റേൺ പോർട്ടൽ ബ്രിഡ്ജ്, അതൊക്കെ ആ സൈഡിലേക്ക്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ വാക്ക് 2 സൈഡിൽ കൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് പോകാൻ പറ്റും തോന്നുന്നു അല്ലേ? തിരിഞ്ഞിട്ട് പോകാം നമുക്ക്. അപ്പൊ ആദ്യം നമുക്ക് ഈ സൈഡിൽ കൂടെ പോകാം. ഈ സൈഡിൽ കൂടെ പോകാം. ഇവിടെ നമ്മുടെ ആ ഒരു ടണലിലേക്ക് 1 കിലോമീറ്റർ ആണ്. 20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ടണലിലേക്ക് എത്തുന്ന പറയണേ. റെയിൽവേ ടണലാ അത് കരങ്കാക്കി ടണല്. ഇതിലേ പോയാലോ ആദ്യം, അതോ അതിലേ പോണോ നോക്കാം. അപ്പൊ എന്തായാലും ഇതൊരു ലൂപ്പാണെന്നാണ് അതിനോട് അവിടെ എഴുതി വെച്ചേ. മൊത്തം ഒരു 2.25 മണിക്കൂർ എടുക്കും നടക്കുമ്പോ എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് അതിന്റെ മുകളിലേക്ക് പോകാൻ പോണത്. അതും ഈ പറഞ്ഞ പോലെ ഒരു നൂൽപ്പാലം പോലത്തെ ഒരു സെയിം പരിപാടിയാണ്. പക്ഷെ കേറണ വഴി കുറച്ച് ഡേഞ്ചർ, ഇതൊക്കെ അനങ്ങുന്നുണ്ട്, എല്ലാം അനങ്ങുന്നുണ്ട്. ഇതും നമ്മൾ ഇങ്ങനത്തെ ഒരു പാലം കൂടെ ഇതും അനങ്ങുന്നുണ്ട് കേട്ടോ ഈ പാലം. അപ്പൊ ഈ പാലത്തും കൂടെ പാലം നേടുന്ന ആടനല്ലേ എന്നായിട്ട് അനക്കുണ്ടോ? അത് നിങ്ങൾ നടക്കുമ്പോഴാണോ? ഇതിന്റെ നമ്മൾ 2 സൈഡിൽ കൂടെ നോക്കുമ്പോഴും 2 സൈഡിൽ നിന്ന് വെള്ളം കേട്ടോ. പക്ഷെ ഇച്ചിരി അനക്കം കൂടുതലായിട്ടാ. മൊബൈലൊക്കെ ശ്രദ്ധിച്ചില്ല ചിലപ്പോ നിലത്ത് വീട് പോവും. അമ്പോ കുളിക്കണ്ടല്ലേ? ആ സൈഡിലൊക്കെ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ കുളിക്കൽ കൂടുതലായതുകൊണ്ട് അത്ര നേരം നിൽക്കാൻ പറ്റില്ല. ഇവിടെ മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആക്കും കേട്ടോ അവര്. കാരണം കുറെ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ടുണ്ട്. പിന്നെ ലൂപ്പാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിപ്പോ റെയിൽവേ ടണൽ ഏതൊരു നമുക്ക് ആ വെള്ളത്തിനോടൊക്കെ പോയാലോ? റെയിൽവേ ടണൽ നല്ല ഒഴുക്കുണ്ട്. വേണം പോണ്ട അന്ന് വേണ്ട പാട്ടി പോയി നോക്കാം. അവിടെ ഒരു വെറുതെ നോക്കാലോ. ഞങ്ങൾ മാറിയേക്കാം. റെയിൽവേ ടണലിന്റെ ഇടയ്ക്ക് ഫസ്റ്റ് പോകാൻ വിചാരിച്ചത്. പക്ഷെ പോണ വഴിക്ക് ഇങ്ങനെ ചെറിയൊരു ട്രാക്ക് ഉണ്ട്. അതില് നല്ല ഒഴുക്കുള്ള വെള്ളത്തിന്റെ ഇടയ്ക്ക് നമുക്ക് അറ്റം വരെ പോയി നോക്കാൻ പറ്റും. അപ്പൊ നല്ല രസം കേട്ടോ. വെള്ളം ഒഴുകി വരുന്നതാണ് അടിപൊളി. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പോ നല്ല ഒഴുക്കുള്ള വെള്ളം, നമ്മൾ ഈ അതിരപ്പള്ളിയിലൊക്കെ കാണുമ്പോൾ അതുപോലെ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. അടിപൊളി. നല്ല രസമുണ്ടല്ലേ? അതിരപ്പള്ളി പോലെ തന്നെ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് നമുക്ക് താഴ്ച എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങണമെന്നില്ല. ജസ്റ്റ് ഇവിടെ കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് ഇവിടെ വന്നതാ. കറക്റ്റ് അതന്നെ അതുപോലെ തന്നെ ഉണ്ട്. വുഡ് സ്റ്റോക്ക് ബാറ്ററി എഴുതിണ്ട് അതിനകത്ത്. എന്തോ വുഡ് സ്റ്റോക്ക് ബാറ്ററി എഴുതണേ? അന്തരാ ഒരു ഗുഹയാ? പൈപ്പ് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാൻ പോയിട്ട് വീഴാണ്ട് കയറണേ പോട്ടി. ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഗുഹയാണ് കാണിക്കണേ. ഒരു പൈപ്പ് നമുക്ക് അതിനുള്ളിൽ കൂടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? പക്ഷെ ഒരു ക്രോസ് ആയിട്ട് സാധനം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് തോന്നുന്നു നമ്മൾ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ വേണം നമുക്ക് അതിനകത്ത് കൂടെ പോകാൻ പറ്റും. ഇനി ഇറങ്ങട്ടെ. നോക്കി ഇറങ്ങട്ടാ. കൈ മുടിച്ചിട്ടുണ്ട് ഇറങ്ങ. അപ്പൊ നമ്മൾ പോണ വഴിക്കാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇങ്ങനെ ചെറിയൊരു ട്രാക്കാണ്. പക്ഷെ എന്നിരുന്നാലും മറ്റേ മുകളിൽ ഇങ്ങനെ 2 സൈഡിലും മരങ്ങളുണ്ട്. ആ മരങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ റാ പോലെ ഇങ്ങനെ കവർ ചെയ്ത പോലെ ഒരു വഴിയാണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ തണുപ്പ് അസഹനീയം എന്നും പറയുന്ന പോലെ തന്നെ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നു. മൂക്കിന്റെ തുമ്പൊക്കെ ഫീൽ ചെയ്യണ്ടേ അല്ലേ? ഐസും കെട്ടാ പാവാടിക്കിട്ട് വന്നേക്കണ കാലത്തുനിന്ന് നമ്മ ഇതില് ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടായി. വേണ്ട ഇഴുകി നിലത്തേക്ക് വീഴും. നല്ല സൗണ്ട് വെള്ളത്തിന്റെ അല്ലേ? അല്ലെ ഇടിഞ്ഞു മറിഞ്ഞ് വീഴണ പോലെ. ഇതിനകത്തോടെ കാണാൻ പറ്റുന്നത് സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. വെള്ളം ഇങ്ങനെ പതഞ്ഞ് താഴത്തോട്ട് വീഴണത്. മീൻ അറിയില്ല. പക്ഷെ നല്ല തണുപ്പ്, അടിപൊളി തണുപ്പ്. കല്ലൊക്കെ വീണുണ്ടായിരിക്കും ഇതൊക്കെ അല്ലേ? ഇതൊക്കെ അവിടെ നോക്കി ഇങ്ങനെ നല്ലോണം. ഇതെന്തായാലും പൊളിച്ചു. നല്ല അടിപൊളിയാ. നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ പൈസ കൊടുത്ത് എൻട്രി ഫീസ് ഉള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട്. ഇത് വൈക്കാട്ട് റീജിയനകത്ത് തന്നെയാണ്. കൊറമാൻഡലിൽ പോണ വഴിയാ അല്ലേ? കൊറമാൻഡലൊക്കെ പോണ വഴിയാണ് തോന്നുന്നു. അപ്പം
വന്ന് കണ്ട് നമുക്കിങ്ങനെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നടക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. കുറച്ച് വലിയ പിള്ളേർ വേണം. കുഞ്ഞു പിള്ളേരെ കൊണ്ടുവന്ന് അവരൊന്നും നടക്കൂല, നമുക്ക് പണിയാവും. പിന്നെ അത് ഇവരിത്രയും വലുതായ കാരണം കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം അല്ലേ അല്ലേ. സൈഡില് വലിയ കല്ല്, ഞാൻ പറഞ്ഞത് കേൾക്കണില്ല തോന്നല്ലേ? കേൾക്കണില്ല. ഞാൻ ചോദിക്കുന്നു അല്ലേ അല്ലേ. അപ്പൊ ഞാൻ നോക്കിണ്ടേ കാണാനില്ലല്ലോ. വെള്ളത്തിന് ഭയങ്കര സൗണ്ട്. നമ്മുടെ തൊട്ട് സൈഡിൽ കൂടെ, അവിടെ സൈഡിൽ കൂടെ തന്നെ വെള്ളം ഭയങ്കര രീതിയിൽ അടിച്ചു മറിഞ്ഞ് തകർത്ത് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വെള്ളത്തിന്റെ സൗണ്ട് ഭയങ്കര ഇരച്ചില്. ഓ, അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെരുപ്പ് ഇന്നും ചളുപിള് ആവും അല്ലേ. അന്നത്തെ അത്രയും പ്രശ്നമില്ലെങ്കിലും മക്കളെ നോക്കി പൊക്കോളോ. നല്ല ചെളിയുള്ള സ്ഥലത്ത് കൂടെ ചവിട്ടാണ്ട് ഒന്ന് കാലൊക്കെ മാറ്റി ചവിട്ടണേ. വീണ്ടും കഴുകാൻ വയ്യ. കഴുകുന്ന ഉണങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാ. 2-3 ദിവസം എടുക്കും. നല്ല വെള്ളത്തിന് ഫോഴ്സ് കാണിച്ചു തരാവേ. നോക്കി, ഭയങ്കര ഫോഴ്സിലെ വെള്ളം പോണേ. തൊട്ടപ്പുറത്ത് കൂടെ വണ്ടി പോകുന്നുണ്ട്. നമ്മൾ ഈ വരുന്ന വഴിക്ക് നമ്മള് കണ്ടെന്ന് തോന്നൂല്ലേ ഈ വഴിയൊക്കെ. അടിപൊളി. ഓ, ഭയങ്കരമായിട്ട് തണുത്തിട്ടേ തലവേദന എടുക്കണം അല്ലേ. തലവേദന എടുക്കണം. ആ, അത് നല്ല തോന്നല. വെള്ളത്തേക്ക് ചാടാൻ തോന്നുന്നു. അടിപൊളി. ഞാനെന്നാ പോണ എവിടേക്കെങ്കിലും ഓടിപ്പോകുമ്പോ. എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയായില്ലേ? അടിപൊളി. പെട്രോള് കത്തിച്ചല്ല, ഡീസൽ കത്തിച്ച് വന്നത് ലാഭമായിരുന്നു. അതന്നെ. നമ്മള് വെള്ളത്തിന്റെ സൈഡിൽ നിന്ന് പോന്നു. ഇനി ഇങ്ങനൊരു വഴി കൂടെ നടന്നുകൊണ്ടിരിക്കട്ടാ. നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല തണുപ്പുണ്ട്. ഇതിലെ ആൾക്കാര് പോയ വഴിയാണ്. പോയി 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 ഇപ്പൊ അവിടെ ഒരു പാത്വേ അല്ലേ. തണുത്തിട്ടാണ് എന്താന്നറിയില്ല, തല വേദന എടുത്തിട്ട് പോയ തലമുടി കഴിച്ച് പ്രാന്തിയുടെ പോയാല് തണുക്കണ്ട. അസല തണുപ്പ്. ഓ, എല്ലാം ഓക്കെ ഇവിടെ. നമുക്ക് എവിടെ വേണേ നടക്കാനൊക്കെ ഓക്കെയാ. പക്ഷെ തണുപ്പ്. ഇപ്പൊ നമ്മൾ പോണ വഴിയില് കല്ല് ഉരുണ്ട് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ ഒരു ഡേഞ്ചർ സൈൻ ആയിട്ട് ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കല്ല് മോളിൽ നിന്ന് ഉരുണ്ട് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് പറയണേ. അപ്പൊ നമ്മളീ പോണ വഴി തൊട്ട് സൈഡില് വെള്ളമാണ് കേട്ടോ. അപ്പം സൂക്ഷിച്ച് നടക്കണം. ഇവിടെ നമ്മൾക്ക് വേറെ ഫെൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ വീഴില്ലെന്ന്. നല്ല ഡേഞ്ചർ വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് റിസ്കിയാണ് നടപ്പ്. ചെറിയ പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നവർ സൂക്ഷിച്ച് നടക്കുക, അല്ലെങ്കിൽ പിള്ളേർ സൈഡില് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം ആ ട്രാക്ക്, അതുപോലെ വെള്ളം മോളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിന് സീനായിട്ട് നമുക്ക് കാണുന്നത്. നല്ല രസമുണ്ട്. പക്ഷെ തണുപ്പ് മാത്രമാണ് നമുക്കിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നണേ. നമ്മൾ നടക്കണ വഴി കണ്ടോ, കുറച്ച് റിസ്കിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കണം. നമ്മള് പോണ വഴി ആണ് ഇപ്പൊ കാണുന്നത്. നല്ല റിസ്കി വഴി കൂടെ പോണേ. അപ്പൊ വേറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ആൾക്കാർ വന്നപ്പോ നമ്മള് കുറച്ച് ഒരു കല്ലുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കായിരുന്നു. കണ്ടോ, നല്ല ഡേഞ്ചർ സ്ഥലത്ത് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. നാട്ടിൽ ഇപ്പൊ ഈ കാണുമ്പോ മമ്മിയും അമ്മച്ചൊക്കെ ഞങ്ങളെ ചീത്ത പറയാൻ നല്ല ചാൻസ് ഉണ്ട്, പിള്ളേരെ കൊണ്ട് പോയതിന്. അപ്പോൾ മോളിൽ നിന്ന് അതിന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അത് തന്നെ കല്ലുമ്മക്കോടെ ഇങ്ങനെ വെള്ളം ഒഴുകി കണ്ടോ, നല്ല രീതിയിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പോണ വഴിയിലായാലും വെള്ളമൊക്കെ ഉണ്ട്. നല്ല നല്ല രസമാണ് നടക്കണത്. കുറച്ച് റിസ്ക് ആണെങ്കിലും അടിപൊളിയാണ്. അത് വെള്ളത്തിനായാലും നല്ല ഫോഴ്സ് ഉള്ള കാരണം കൊണ്ടാണ്. കുറച്ച് ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്ര പേടിക്കണ്ട. പക്ഷെ നല്ല ഇരച്ചാണ് വരുന്നത്. വെള്ളത്തിന് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അല്ലേ. നമ്മളിപ്പോ നടക്കുന്ന വഴിക്ക് അത് കഴിയുമ്പോൾ നമ്മള് ഒരു പാലത്തിന്റെ മുകളിൽ കയറണം. പിള്ളേർ ഓൾറെഡി അവിടെ മുകളിൽ എത്തി കഴിഞ്ഞു.
നമ്മളെ പാലത്തിന്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. കുറേ ഇതിപ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നടക്കാനായിട്ട്. പിള്ളേർക്കും കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് വയസ്സായ ആൾക്കാർക്ക് കുഴപ്പമില്ല. കുറേ ഭയങ്കര പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അങ്ങോട്ട് നടന്നു പോകണുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു പ്രശ്നമായിട്ട് സുഖമായിട്ട് നടന്നുകൊണ്ട്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കല്ല് വീഴാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഇപ്പം ആ സാധ്യത കുറഞ്ഞു എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കണത്. അപ്പോൾ ഇനി അങ്ങോട്ട് കല്ല് വീഴാൻ ചാൻസ് ഇല്ല എന്ന് കഴിയണം. പക്ഷെ മുകളിലേക്കാണെങ്കിലും ഒരുപാട് മുകളിലേക്ക് തട്ടായിട്ട് ഉണ്ട്. ഇവിടുന്ന് അവിടെ സൈഡിൽ നിന്ന് വീഡിയോ എടുത്ത് പതുക്കെ നടന്നു വരുന്നോട്ടോ. തണുക്കണുണ്ട് വരുന്നത്. ഇവിടെ 3 ഡ്രസ്സ് ഇട്ടുണ്ട്. പക്ഷെ ഞാൻ നടക്കുന്നത് ഊതി വരുന്നത്. ഇവിടെ നമ്മൾ പോണ വഴിയില് തൊട്ട് സൈഡിൽ കൂടെ താഴെ വെള്ളാട്ട ഫുള്ള്. ഇവിടെ ഒരു സേഫ്റ്റി ഒന്നും ഇല്ല. നമ്മൾ സേഫായിട്ട് നമ്മുടെ സേഫ്റ്റി നോക്കി നമ്മൾ നടക്കണം. അപ്പൊ പിള്ളേര് വേഗം ഫ്രണ്ടിലേക്ക് നടക്കേണ്ടത് അതുകൊണ്ട് നിന്റെ കൂടെ ഒരുമിച്ച് നടക്കാത്ത വേഗം പിള്ളേരുടെ അടുത്തേക്ക് എത്താണ്. അവരോട് നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല. അവർ കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കണേ. അവർക്കാണെങ്കിൽ ഒരു പേടിയുമില്ല. നല്ല സ്പീഡിൽ അവർ പോയിക്കൊണ്ടിരിക്കണേ. കണ്ടില്ലേ, അവർ വേഗം നമ്മുടെ അടുത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെ മുന്നോ പതുക്കെ സൂക്ഷിച്ച് റൈറ്റ് സൈഡ് ചേർന്ന് പോണം കേട്ടോ. ഇനിയിപ്പോ അടുത്ത പാലെത്തി നമ്മള്. അടുത്ത പാലത്തിന്റെ അവിടേക്ക് അയ്യോ, അതായത് ഈ മോളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന കാരണം കൊണ്ട് തന്നെ പോണ വഴിയിൽ കുറച്ച് ചെളികളാണ്. അപ്പൊ നമ്മൾ നോക്കി നടക്കണം. വീണ്ടും ഷൂ കഴുകാൻ വയ്യാത്ത കാരണം കൊണ്ട് പതുക്കെ നടക്കാം. പിന്നെ ഇതേ പാലത്തിന്റെ സൈഡിലുള്ള വ്യൂ ആണ് കേട്ടത്. അടിപൊളി. ആ വെള്ളം അങ്ങനെ വീഴുന്ന സ്ഥലത്ത് ചിലപ്പോൾ നല്ല താഴ്ച ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിന് തൊട്ടപ്പുറത്ത് കൂടെ കണ്ടോ വലിയ മലയാട്ടാ. തൊട്ടപ്പുറത്ത് ആ കാണുന്നത് ഒരു റോഡാണ്. ആ റോഡിന്റെ സൈഡിൽ ആ റോട്ടിൽ കൂടെ പോണവർക്കൊക്കെ നല്ല വ്യൂ ആയിരിക്കും. ഔട്ടി എത്തി അവിടെ ഔട്ടി പോണോക്കി. ഔട്ടി എപ്പോഴും ഭയങ്കര സ്പീഡാവും. ഔട്ടി വേമേ നടന്നു പോകും. നമ്മുടെ നിന്റെ മുന്നിൽ ഇവിടെ അവരുടെ പതുക്കെ നടന്നു വരുന്നുണ്ട്. ആഹാ, നിന്റെ ബാഗ് പൊന്നൂസിന് കൈമാറി. ഔട്ടി ആ സ്ഥലത്ത് എത്താറായിട്ടോ. അപ്പൊ നമ്മള് ഏകദേശം ആ ഒരു ഗുഹയുടെ സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനുള്ള തയ്യാറെടുപ്പില്ല. ആഹാ, ഇവിടുന്ന് കാണാനായിട്ട് തന്നെ നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് ആ ഗുഹയുടെ അവിടേക്ക് പോകാൻ പോണേട്ടാ. അപ്പൊ അത് ഇനി ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഇങ്ങോട്ട് പോവാണെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം. അത് 13 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ഇത് വാക്കിംഗ് ആക്സസ് ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ പോകാൻ പോണത് ഒരു ഗുഹയുടെ ഉള്ളിൽ കേട്ടാ. ആ ഗുഹയുടെ എൻട്രൻസ് പോയിന്റ് അത്. ആ ഗുഹയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റണേ. ഇതും ഒരു പാലം തന്നെ. പക്ഷെ ഈ പാലത്തിന്റെ 2 സൈഡും നേരത്തെ പോലെ തന്നെ ഒരുപാട് പാലങ്ങൾ നമ്മൾ ഇപ്പം 2-3 പാലങ്ങൾ കടന്നാണ് വരുന്നത്. ഇതിന്റെ 2 സൈഡും ഫുള്ള് വെള്ളം. പക്ഷേ ഈ പാലം ആക്ച്വലി നല്ലതാ. ഈ പാലം കുറച്ചുകൂടി നല്ലതാ. പക്ഷെ ഇനി നമ്മൾ പോകാൻ പോണത് ഗുഹയിലേക്ക്. ആ ഗുഹയുടെ ട്രാക്ക് അത്യാവശ്യം അങ്ങോട്ട് ദൂരമുണ്ട്. ഇവിടെ നിന്ന് നമ്മളിപ്പോ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് അറ്റത്തേക്ക് ഗുഹയുടെ തുരങ്കത്തിന്റെ ആ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ചെറിയൊരു വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആൾക്കാർ നടന്നു വരുന്ന കാരണം കൊണ്ട് അതിങ്ങനെ മറഞ്ഞിരിക്കാം. പക്ഷെ ഒരുപാട് ദൂരം നമ്മൾ ആ ഗുഹയുടെ ഉള്ളിൽ കൂടെ നടക്കാനുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്ത് നമുക്ക് അതിനകത്തൂടെ നടക്കാനുണ്ട്. അതൊരു പൊളിയായിരിക്കും. പക്ഷെ ഇരുട്ടായത് കൊണ്ട് തന്നെ അതിനകത്ത് ചെറിയൊരു ലൈറ്റ് ഇട്ടുണ്ട്. ചെറിയൊരു തരം ഓറഞ്ച് കളർ ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൈക്കിളും ആൾക്കാർക്ക് വേണമെങ്കിൽ പോവാം, നടന്നും പോവാം. അപ്പം എല്ലാവരും സൈക്കിൾ പോണവരെല്ലാവരും ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകണമെന്ന് എഴുതിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഇതൊരു റെയിൽവേ ടണലാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തോട് പോണ വഴിക്ക് ഒട്ടും തന്നെ വെളിച്ചില്ല, ഭയങ്കര ഇരുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളില് ചെറിയൊരു തരം ഓറഞ്ച് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പണ്ട് മോളിൽ കൂടെ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. നമ്മൾ പോണ വഴിയില് മോളിൽ നിന്ന് നമ്മുടെ തലയിലേക്ക് വെള്ളം വീഴുന്നുണ്ട്. അത് അടിപൊളി. കാണാൻ പറ്റണില്ല, പക്ഷെ നമ്മൾ ആകെ ഇരുട്ടായി. മോളിൽ കൂടെ വെള്ളം വീഴുന്നത് വേറെ രസം. അപ്പൊ നല്ല ദൂരം ഉണ്ട് ഈ ടണല്. 1 മണിക്കൂർ വേഗം നടക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് മറ്റേ വെളിച്ചം കുറച്ചും കൂടിയും കണ്ടുപിടുങ്ങി. അങ്ങനെ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയൊരു 1, 2, 3 മുകളിലത്തെ ലൈറ്റും കൂടി കടന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എത്തി. വീണ്ടും അടുത്ത പാലത്തുമിക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതിനകത്ത് കൂടെ
നേരത്തെ അവിടുന്ന് എൻട്രൻസിന് പറഞ്ഞ പോലെ സൈക്കിളുകാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അവരാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് എല്ലാ സേഫ്റ്റിയും നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ നല്ല രസമുണ്ട്. അപ്പോൾ ദേ ഞെട്ട് സൈക്കിൾ ബാക്കിപ്പോൾ നമ്മുടെ വരുന്നുണ്ട്. അയ്യോ, നമ്മളപ്പോൾ ഒതുങ്ങി കൊടുക്കണം. 2 സൈഡിൽ കൂടെ വെള്ളം പോകുന്ന കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒതുങ്ങി പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടോ. ഗുഹയുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി. പക്ഷെ നമ്മുടെ ലൂപ്പ് ഫിനിഷ് ആയിട്ടില്ല. നമുക്ക് ഇനിയും ഒരുപാട് നടക്കാനുണ്ട്, കുറേ നടക്കാനുണ്ട്. അപ്പം ഈ ഗുഹ കഴിഞ്ഞു. ഇപ്പൊ വെളിച്ചമായി. ഇത്ര നേരം നമ്മൾ ഇരുട്ടത്ത് കൂടെ മറ്റേ ഓറഞ്ച് വെളിച്ചത്തിൽ നടക്കലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എത്തി. അപ്പൊ ഇത് ആണ്, ഇത് ഈ ഒരു റെയിൽവേ ട്രാക്ക് ആയിരുന്നു. ഇത് പയ്യാറ ടു വൈഹി റെയിൽവേ ആണ്. റെയിൽവേയുടെ ചിലപ്പോൾ ഗുഹയുടെ ഉള്ളിൽ കൂടെ പണ്ട് റെയിൽവേ ട്രാക്ക് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇനി നിനക്ക് ഈ റെയിൽവേ ഇതിൽ കൂടെ 1 കിലോമീറ്റർ ദൂരം നമ്മൾ നടന്നു, ചെറിയ വെളിച്ചത്തില്. എന്നിട്ട് നടന്നിട്ട് നിനക്ക് ഒന്നിട്ട് തോന്നി പുറത്തേക്ക് ഇറങ്ങിപ്പോ ഭയങ്കര ഓക്സിജൻ കിട്ടുന്ന പോലെ, ഓക്സിജൻ കിട്ടുന്ന പോലെ, അതുപോലെ ഭയങ്കര ഫ്രഷ്നെസ്. ഇത്ര നേരം നമ്മൾ മറ്റേ ഇരുട്ടത്ത് കൂടെ മറ്റേ ഉറങ്ങായിരുന്നു തോന്നുന്നു. 1 കിലോമീറ്റർ പക്ഷെ നമ്മൾ നടന്നു. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ നമ്മള് വെറുതെ ഇരുട്ടത്ത് നിൽക്കണ പോലെ അല്ല. പിന്നെ എനിക്ക് അതിനകത്ത് റീലെടുത്തത്. പക്ഷെ ഇത് വന്നിട്ടാന്ന് ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ്. അപ്പൊ വന്നിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുമ്പോൾ അറ്റത്തൊരു കുഞ്ഞു വെളിച്ചം കാണാം. പിന്നെ നടന്ന് നമ്മളെന്താ പറയാ കുറെ ദൂരം 1 കിലോമീറ്റർ ഇങ്ങനെ നടന്ന് 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 അവസാനം വെളിച്ചം കാണുമ്പോഴത്തെ ഒരു സന്തോഷം. ചിലപ്പോ എങ്ങാനും ഒരു ഭൂമി കുലുക്കം വന്നു, ഇതെങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെങ്കിൽ അങ്ങനെ നീ ഇപ്പോഴും അങ്ങനെ ആലോചിക്കില്ലേ? വാട്ടിയല്ലേ വാട്ടിയാ 1 കിലോമീറ്റർ ദൂരം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചം കണ്ടപ്പോ ഒന്നിട്ട് തോന്നിയ വാട്ടിക്ക് നിനക്കത് എന്താ പറയാ ഫീൽ ആവത്ത്? നീ കുഞ്ഞോണിയാ, അത് കാരണം കൊണ്ടാ നീ ചെറിയ ബേബി ആയതുകൊണ്ട്. നമ്മളടുത്ത് നമ്മളിപ്പോ എത്ര പാലം നമുക്ക് എണ്ണി നോക്കണായിരുന്നു അല്ലേ? ഇപ്പൊ ഈ പാലത്തിന്റെ താഴെ കൂടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൈഡില് വെള്ളമുണ്ട്. ഈ പാലം അനങ്ങണ്ട, ഈ പാലം അനങ്ങണ്ട, ഇത് അനങ്ങണില്ല. പക്ഷെ മറ്റുള്ള പാലങ്ങളൊക്കെ അനങ്ങുമ്പോ അതും വേറൊരു ഫീൽ, അനങ്ങണ പാലം അല്ലേ? അതെ അതെ. ഇതിപ്പോ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്നിട്ടാ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണോ എത്തുന്നത്? അല്ലല്ല, അല്ല, നമ്മൾ വന്ന വഴിക്കല്ല. ഇത് ശരിക്കും എന്താ പറയുക, നമ്മുടെ അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോ പാലില്ല നമ്മുടെ, പക്ഷെ അതിരപ്പള്ളിയിലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണില്ലേ, അതെനിക്ക് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാട്ടാ. ശരിക്കും സമ്മറിലൊക്കെ വന്നതിന് ഫുള്ള് ആൾക്കാരായിരിക്കും ഇവിടെ കുളിക്കാനായിട്ട്. ഫുള്ള് കുളിയും അത് ഇതൊക്കെ ആയിരിക്കും അല്ലേ? ഇതിന്റെ അടി നോക്കി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് നോക്കി അതിൽ അവിടെ ഒരു കേവ് ഉണ്ടോ? നീ വെയിറ്റ്, എവിടെ കേവ് കണ്ടാ? എനിക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇനി അതിന്റെ ഉള്ളിൽ കൂടെ ആ കേവിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് അങ്ങനെ കടന്നാൽ അപ്പുറത്തേക്ക് പോകണം. നമ്മൾ ഇവിടെ ഒരു ടണൽ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്ന, പക്ഷെ മനസ്സിലായി ഇത് അടച്ചിട്ട് അവര്. ഇനിയപ്പോൾ തിരിച്ചു തന്നെ പോവാം, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. ഭാര്യയും പിള്ളേരൊക്കെ ഓൾറെഡി നടന്നു, എല്ലാവർക്കും വിശന്ന് തുടങ്ങി. കുട്ടിക്കത്ത് വിശപ്പായി തോന്നുന്നുണ്ട്. ഇന്നലത്തെ മീൻ ബിരിയാണി ചൂടാക്കി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, ചെന്നിട്ട് കഴിക്കണം. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കുറേ ഇവിടെ നടക്കാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നല്ല ഫുഡ് അടിച്ചിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വയ്യണ്ടാവും, അതാണ് കാര്യം. വീഴല്ലേട്ടാ ചെളിയില്. ജമ്പയുടെ പാട്ടി ഓടി വന്നിട്ട് ഓടിപ്പോയോ മണ്ടന്റെ കാര്യം. അപ്പൊ ഞങ്ങള് തുരങ്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാർ പാർക്കിങ്ങിലേക്ക് എത്തി. തിരിച്ച് ഞങ്ങള് ഈസി വേ കൂടെ വന്നു കേട്ടോ. ഞങ്ങള് മറ്റേ റോട്ടിൽ കൂടെ 800 മീറ്റർ നടക്കാനുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ റോട്ടിൽ കൂടെ വന്നു. ഇപ്പൊ ഒരുവിധം എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ബിരിയാണി, അടിപൊളി മീൻ ബിരിയാണി. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, വെള്ളം നോക്കി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഇരുന്നിട്ട് ബിരിയാണി കഴിക്കാന്ന് വെച്ചിരിക്കുക. അപ്പോൾ വേഗം തന്നെ അങ്ങോട്ട് പോവാട്ടോ കഴിക്കാൻ വേണ്ടി. ഞങ്ങളങ്ങനെ അടിപൊളി ബിരിയാണി വാരി കൊടുക്കുകയാണ്.
ഭാര്യ കൊടുക്കുന്നതിന് എന്താന്ന് വെച്ചാല് ഈസി അല്ലേ കുറച്ചും കൂടിയും. പിന്നെ ഒരാൾ കൈ കഴിക്കാൻ മതിയല്ലോ. ഞാൻ തന്നെ അത് ചൂടില്ലേ, ചൂടാക്കിട്ട് കൊണ്ടുവന്ന കറക്റ്റ് ആയിട്ട്. അച്ചാറ് വേണോ കുഞ്ഞാ? വേണ്ട. ഏയ് ഞാൻ ചോദിക്കുന്നത് വെറുതെ വേണമെന്ന്. നമ്മള് ചോദിക്കില്ലേ സർലാസ് വേണോ അച്ചാറ് വേണോ എന്നൊക്കെ. ഉള്ളമ്മ നോക്കണുണ്ട്, ഒന്ന് കടിക്കുമ്പോ ശ്രദ്ധിക്കണേ. വൈകിട്ടെ എന്താ ചോദിച്ചാ എല്ലാവരും അടിച്ചു പൊളിച്ചു നിൽക്കും അല്ലേ? വയറിഞ്ഞറിഞ്ഞോ? വയറിഞ്ഞറിഞ്ഞില്ല, പക്ഷെ എന്നാലും ഒരു തൽക്കാലം ഒരു ആശ്വാസം, ഇടക്കാല ആശ്വാസം. നമ്മളതിന് കുറച്ച് കൊണ്ടെന്നുള്ളൂ അത് പറ്റിയത്. കുറച്ചും കൂടി കൊണ്ടുവരുന്നു അല്ലേ? എങ്ങനെയുണ്ട് വാട്ടി? അടിപൊളി. നമ്മള് കണ്ടപ്പം എടുത്തു കൊണ്ടുവന്നപ്പോ നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും നന്നായിട്ട് തികയും, ഇഷ്ടംപോലെ ഉണ്ടാവും ചോദിച്ചു. പക്ഷെ അത്ര ഉണ്ടായില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടതയോ, ആ വെള്ളത്തിൽ പോയി കൈ കഴുകിയാലോ? ഓ അത് പറ്റില്ല ഇങ്ങനെ. എന്തോ ഭയങ്കര തണുപ്പായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും ഇതിനെ വേണ്ട. ഞാൻ പറയുന്നത് കേട്ടോ, ഭയങ്കര തണുപ്പായിരിക്കട്ടാ. ആ നോക്കി നോക്ക്, ഞാനിവിടെ നിന്ന് കാണല്ലോ ട്ടാ. നോക്കി നോക്ക്. തണുപ്പാ? തണുപ്പില്ല? ഒരു പരീക്ഷ അതെനിക്കറിയാം, നല്ല തണുപ്പായിരിക്കും. കൈ കാണാനില്ല. അപ്പോൾ കരങ്കാഹക്കെ വാട്ടർഫോളൊക്കെ കണ്ട് വയ്യാണ്ടായി, ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇടയ്ക്ക് 2 റീലൊക്കെ എടുത്തു. വയ്യാണ്ടായി എല്ലാവർക്കും? അവിടെ വയ്യാണ്ടായാ? പൊന്നൂസിനോ? നടക്കൽ കുറച്ചും കൂടി കഠിനായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് തിരിച്ച് അതിലേ തന്നെ നടന്നു വരാനുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് മനസ്സിലായി. ഞങ്ങൾ പിന്നെ റോട്ടിൽ കൂടെ നടന്നു വന്നു അല്ലേ. എളുപ്പവഴിക്ക് വേഗം വന്നു. വിശന്നു, ചോറൊക്കെ ഉണ്ടു. വയറ് നിറഞ്ഞില്ല, എന്നാലും ഓക്കെയാണ് അല്ലേ? അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റു ദിവസം കാണുന്നവരെല്ലാവർക്കും ബൈ.